അമ്മയുടെ കൃഷിത്തോട്ടത്തിലേക്ക് നമ്മൾ ഇനി വന്നേക്കുവാന്ന്. ഇന്ന് നമ്മൾ പറിക്കാൻ പോകുന്ന കോവയ്ക്കാണ്. കുറെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കാണുമ്പോ അത്രയില്ല. അമ്മ ഇതാ കുറച്ച് പറിച്ചിട്ടുണ്ട് കൊട്ടയ്ക്കകത്ത്. ഇവിടെ കുറച്ച് കൊലകൊലയായിട്ടുണ്ട്. കൊലയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ ഇട്ട് വറുത്ത അടിപൊളിയാ. ഇതെന്റെ ക്ലാസ്സിലുള്ള ഒരുത്തൻ പറഞ്ഞു തന്നെയാ കേട്ടോ. അതായത് കോവയ്ക്ക തോരൻ വെക്കുന്നത് എനിക്കിഷ്ടമല്ല. നേരത്തെ ചെറിയ കോവയ്ക്കായിരുന്നു, ഇപ്പൊ വലിയ വലിയ കോവയ്ക്കായി. ഈ സൈഡിൽ തിന്നു. മേളിലേക്കുണ്ടിനി ചിറകുണ്ടെങ്കിൽ പറന്നു പോവാൻ. വീഴോ ഇല്ല. അതപ്പോ ഈ കോവയ്ക്കന്റെ കമ്പാണ് നടുന്നത്. അപ്പൊ ഞാനാണ് നട്ടത്. പക്ഷെ ഞാൻ നട്ടപ്പോ ഞാൻ പറഞ്ഞു ഞാനും ഇത് ഏറ്റെടുത്തോളാന്ന്. പിന്നെ ഞാനൊന്നും നോക്കാൻ പോയില്ല. പിന്നെ അമ്മ അതെടുത്തു. ഇവിടെ ചെറുതുണ്ട്. എനിക്കിങ്ങനെ ഈ ചെറുതിങ്ങനെ പച്ചക്കുന്നത് ഇഷ്ടമാണ്. ഇത് കുറേ ഉണ്ട്. കുറേ നേരം പറിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പൊ ഞാനും അമ്മ ഇത് മൊത്തം പറിച്ച് കഴിയട്ടെ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഒരു കോവയ്ക്ക നട്ടാ എന്നും അതുണ്ടായ എന്നും നിങ്ങൾക്ക് കറി വെക്കാട്ടോ. കോവയ്ക്ക നല്ല സാധനമാണ്. അപ്പൊ ഞാനും അമ്മ ഇത് ഈ കോവയ്ക്ക പറിച്ചുകൊണ്ടിരുന്നപ്പോ ഓർത്തു നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളെയും നിങ്ങളെ കാണിച്ചു തരാമെന്ന്. എന്നപ്പോ ഞങ്ങളിത് പറിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ ബാക്കിയുള്ള പച്ചക്കറികളും കാണിച്ചു തരാം. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. പയറൊക്കെ നട്ടു വെച്ചിട്ടുള്ളൂ. ചെറിയ ചെറിയ കായായി വരുന്നുണ്ട്. അത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പം അമ്മ അത് പറിച്ചുകൊണ്ടിരിക്കുവാണ്. ആ അമ്മ ഇപ്പം എടുത്തേക്കുന്ന പാത്രം അറിയാറായി. അപ്പം നമുക്ക് ഇത്രയും കോവയ്ക്ക കിട്ടി. ചെറിയ ചെടിയാണെങ്കിലും കുറെ കിട്ടി. ഇനി നമുക്ക് പയറ് കാണാം. അപ്പം ഇവിടെ നിന്നാട്ടോ പയറ് തുടങ്ങുന്നേ. കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല, എന്നാലും ചെറിയ ചെറിയ കായുണ്ട്. അപ്പം അമ്മ പറഞ്ഞത് പറിക്കാൻ, ഞാൻ പറിക്കട്ടെ. ഇതല്ലേ അമ്മ? ഓണം പറിച്ച് കൊട്ടയ്ക്കകത്തിടാം. ഇനി ഉണ്ടെന്ന് തോന്നുന്നു. എവിടെയാ? പുറകില്. എനിക്കെന്തിനാ കണ്ടതൊന്നും കാണാത്ത പോലെയാ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓർമ്മയുണ്ട്. ഇവിടെ ഒരു കരിയാപ്പലയുണ്ട്. ഇത് ആദ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ വളർന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ഇവിടെ ഒരു പയറുണ്ട്. ഇതിൽ കായില്ലെന്ന് ഉണ്ട്. അപ്പൊ ഇവിടെ ഒക്കെ ഞാൻ പണ്ട് കുഞ്ഞിതായിരുന്നപ്പോ ഇവിടെ ചീരയൊക്കെ നട്ടു വെച്ചിട്ടോ. അപ്പൊ അതൊക്കെ പോയി. അതൊക്കെ ഞാൻ തന്നെ നോക്കിയത്. ഇവിടെ ഒരെണ്ണമുണ്ട് പയറ്. അതിൻ്റെ ഇലയോടെ പറിച്ചു. ഓ ഗായ്സ്, ഇവിടെ നീളമുള്ള പയറുണ്ട്. അമ്മ ഇതൊന്ന് പിടിക്കോ? അപ്പം അമ്മേൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എൻ്റെ കയ്യുടെ അത്ര ഉണ്ടെന്ന് തോന്നുന്നു. ഓ എൻ്റെ പൊന്നോ, എൻ്റെ കയ്യുടെ അത്രയുണ്ട്. ഇനി നമുക്ക് ഇവിടെ കാന്താരി ഉണ്ട്. കാന്താരി ഇത് എങ്ങനെയൊക്കെയോ വീണ ഗോതമ്പാണ്. അവിടെ എങ്ങനെയോ വീണ ഗോതമ്പ്. പിന്നെ ഇവിടെ പാവലുണ്ട്. പാവലിന് പാവയ്ക്കില്ല. പിന്നെ ഈ സൈഡിലുണ്ട്. ഇവിടെ എവിടെ പയറ് കണ്ടല്ലോ. പയറല്ല, പാവലാട്ട്. ഇതല്ലേ അമ്മേ? ഇങ്ങനെയാട്ടോ പാവയ്ക്ക്. ഞങ്ങളുടെ പാവയ്ക്ക് ഭയങ്കര ചെറുതാണ് ഗൈസ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ വലിയ പാവയ്ക്ക ഉണ്ടാവും. അപ്പം അമ്മ എൻ്റെ വഴക്ക് പറയാം ഞാൻ പയറ് കാണാത്തതുകൊണ്ട്. ഇപ്പം അതെ നമ്മുടെ പട്ടിക്കുട്ടൻ 2 പട്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 പട്ടിയുള്ളൂ. അവനവിടെ കണ്ട് എന്തോ കാണിക്കുന്നുണ്ട്. ഇതിൽ കാണിക്കട്ടെ. ഇപ്പോൾ ഇവിടെ 2 പയറുണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഒരു കാന്താരി ഉണ്ട്. അത്ര ഒരു ഇതിലത്ത കാന്താരിയാണ്. ഓ ഇപ്പം ഞാൻ താഴെ.
ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന കപ്പളങ്ങ ഞാൻ നട്ടതാണ്. ഇങ്ങനെ കാണിക്കുക. ഞാൻ എത്രയോ മാസം മുമ്പ് നട്ടതാണ്. ഇപ്പോൾ കായായോ? ചെറിയൊരു കായുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം മേളിൽ ചെറിയ കായുണ്ട്. നിങ്ങൾ കണ്ടോ ഇല്ലയോ? കണ്ടോന്ന് തോന്നുന്നു. ഇതാണ് മണിത്തക്കാളി. ഇപ്പം നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു പഴുത്തതുണ്ട്. അമ്മ ഇപ്പോൾ പറിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ചെറിയ തക്കാളിയാണ്. സാധാരണ തക്കാളി ഒരു കുഞ്ഞിക്ക രൂപത്തിലുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് സൂപ്പറാട്ടോ. ഇത് പഞ്ചസാര ഇട്ടും തിന്നും, വെറുതെ തിന്നും. എന്ത് ക്യൂട്ടാണ് കാണാൻ. നല്ല രസമുണ്ട്. അമ്മ വന്നപ്പോൾ ഇവിടെ നിർത്താതെ ഉറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം പുഴുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് കളയാം. പുഴുവാണോന്നറിയില്ല. പുഴുവാണെന്ന് തോന്നുന്നു. പുഴു കടിച്ചതാണോ അമ്മേ? അത് ചീത്തയായതാണെന്ന് അമ്മ പറഞ്ഞേ. അപ്പോൾ നമുക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തീർന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ അമ്മ ഇവിടെ കുറേ പയർ നട്ടിട്ടുണ്ട്. ശരിക്കും എനിക്ക് കൃഷിയൊക്കെ ഇഷ്ടമാണ്. ഇത് കായ ഉണ്ടാകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ ആദൂർബാനയ്ക്ക് ഇത് ഭയങ്കര കായായിരുന്നു. അത് പഴയ പയറാണ്. അതൊക്കെ പറിച്ച് ഉണങ്ങി കളഞ്ഞുകൊണ്ട് പറിച്ച് കളഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ നടുക്കുന്ന കയറി കാണിച്ചു തരാം. അങ്ങനെ അങ്ങ് പോവുകയാണ്. അന്നിപ്പോൾ ഇവിടെ അതാ ഒരു കായ ഉണ്ടായി. ഇത് മൊത്തം കായ്ക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നല്ല രസാട്ടോ. ഇത് മൊത്തം മുകളിലേക്ക് ഇലയാകുമ്പോൾ ഇതിൻ്റെ നടുക്ക് കൂടെ കയറി പോകാൻ അടിപൊളിയാണ്. നല്ല രസമുണ്ടാവും. ഇനി നമുക്ക് സൈഡിലെ ഒരു പയറും കൂടി ഉണ്ട്. അത് നമുക്ക് പയറാണോ എന്നറിയില്ല. ഇത് പയറും പാവലും ആട്ടോ. പാവലിൽ പൂ വരാൻ തുടങ്ങി. പിന്നെ ആ സൈഡിലും അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ അടിച്ച് വാരിയിട്ട് കരിയില പോവാതിരിക്കാൻ എടുത്ത് കളയാൻ മടിയായതുകൊണ്ട് ഇവിടെ ഈ ഒരു പാത്രം ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇത് എൻ്റെ പാവലാട്ടോ. ഞാൻ ചെടിച്ചട്ടിക്കകത്ത് വെച്ച് അമ്മ അത് മോഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് വെച്ചു. കുഴപ്പമൊന്നുമില്ല. ഒരു പയറും കൂടെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ കയറ് ഇട്ടേക്കുന്ന ഇതിലേ കൂടെ ഇങ്ങനെ കയറി പോകാനാണ്. നമുക്ക് ഇത്രയും പച്ചക്കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സമയം കിട്ടുമ്പോൾ ഈ ഇതൊക്കെ നട്ട് നോക്കാം. നിങ്ങൾക്കും കായ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ വരെ. ബൈ.